പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ അത്രമാത്രം നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മൾ ആ വിരുന്നിന് പ്രതീക്ഷിക്കുന്നുണ്ട് സ്വർഗസ്ഥനായ പിതാവ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഒരു കൊച്ചച്ഛൻ ഒരു അനുഭവം പറഞ്ഞു. ആ കൊച്ചച്ഛൻ പറഞ്ഞു, എൻ്റെ എൻ്റെ അമ്മയുടെ ഒരു വാക്ക് എൻ്റെ ചെവിന്ന് പോണില്ലെന്ന് പറഞ്ഞു. കൊച്ചച്ഛൻ അവിടെ ആ കടലോര പ്രദേശത്തുള്ളവരാണ്, അവകളുടെ കൊച്ചച്ഛനാണ്. കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ആ ഏരിയ ഉണ്ടല്ലോ, കടലോര പ്രദേശത്തെ ഒരിടവേലെ നല്ല അച്ഛനാണ്. 10,000 വീട്ടുകാരുള്ള പള്ളിയിലെ വികാരിയച്ഛനാണ് ഇപ്പോൾ. അപ്പോ ആ അച്ഛൻ പറയാണ്, എൻ്റെ അമ്മയുടെ ഒരു വാക്ക് എൻ്റെ ചെവിന്ന് പോണില്ല. അപ്പൊ എനിക്ക് സംശയം തോന്നി. ഞാൻ ചോദിച്ചു, അമ്മ ശപിക്കോ രാഗോ എല്ലാം ചെയ്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ലില്ല, എൻ്റെ അമ്മ നല്ല അമ്മയാണെന്ന് പറഞ്ഞത്. ഈ അച്ഛൻ്റെ അപ്പൻ നേരത്തെ മരിച്ചു, അമ്മയാണ് വളർത്തിയത്. സെമിനാരിൽ പോയി പഠിച്ചു, അമ്മ ഒത്തിരി പ്രാർത്ഥിച്ചു, ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നല്ല തീഷ്ണമതിയായ നല്ലൊരു വൈദികനായി വേല ചെയ്യാണ്. ഒരു ദിവസം ബർത്ത്ഡേ വന്നു. അച്ഛൻ്റെ ആണോ അമ്മയുടെ ആണോ എന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല. ബർത്ത്ഡേ വന്നു. അപ്പൊ നേരത്തെ അമ്മ പറഞ്ഞു, ബർത്ത്ഡേക്ക് വരണം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പള്ളി തിരക്കുണ്ട്, എന്നാൽ ഇത്തിരി നേരം വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ബർത്ത്ഡേക്ക് ഈ അച്ഛൻ വരുന്നെന്ന് പ്രമാണിച്ച് അമ്മ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങി. ഒരാഴ്ച മുമ്പ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങി, ഒക്കെ റെഡിയാക്കി. അന്ന് ഉച്ചയ്ക്ക് അച്ഛൻ്റെ ടേസ്റ്റ് അമ്മയ്ക്ക് അറിയാം. അതനുസരിച്ച് കടലിലെ ഈ കൊഞ്ച്, ചെമ്മീൻ, പിന്നെ കടലിലെ സാധനങ്ങൾ, പിന്നെന്താ, കൊഞ്ച്, ചെമ്മീൻ, പറ നങ്കോ, അങ്ങനെയുള്ള കൂന്തള്, അങ്ങനെയുള്ള സാധനം അച്ഛന് ഇഷ്ടമുള്ള സാധനം അമ്മയ്ക്കറിയാം. അത് തന്നെ പോയി വില കൊടുത്ത് മേടിച്ചോണ്ട് വന്നു. എന്നിട്ട് അത് ശരിക്കും നല്ല അച്ഛന് മാത്രമുള്ള ചില ടേസ്റ്റ് ഉണ്ട്. ഉപ്പും പുളിയൊക്കെ വേണ്ട പോലെ, എരിവൊക്കെ വേണ്ട പോലെ, അതേപോലെ എരിവൊക്കെ പിടിപ്പിച്ച് ശരിക്കും 2 ദിവസം മുമ്പ് തന്നെ കറി വെച്ച് എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റപ്പ് ചെയ്തു. ബർത്ത്ഡേ വന്നു. അങ്ങനെ അച്ഛൻ പെട്ടെന്ന് മോട്ടോർ സൈക്കിളിൽ വന്നു. 12 മണിയായപ്പോൾ അച്ഛൻ മോട്ടോർ സൈക്കിളിലെത്തി. അച്ഛൻ വിഷ് ചെയ്തു, പൂവൊക്കെ കൊടുത്തു, കേക്കൊക്കെ മുറിച്ചു, കേക്ക് കഴിച്ചു, പാനിയൊക്കെ കുടിച്ചു. പിന്നെ അച്ഛൻ പറഞ്ഞു, എന്നാ ശരി അമ്മ, പള്ളി 10 കുറേ പേര് നിൽക്കുക, എപ്പോഴും ക്യൂ നിൽക്കുകയാണ്, എല്ലാവരും കണ്ടു തീർന്നില്ല. അമ്മ ശരി, പള്ളി തിരക്കൊണ്ട്, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ മോട്ടോർ സൈക്കിൾ എടുത്ത് വേഗം പോയി. ഈ ചോറിന്റെ കാര്യമോ ഈ കൂന്തളിന്റെ കാര്യമോ അച്ഛൻ അറിഞ്ഞില്ല. ഈ അമ്മ അച്ഛൻ പോണ സമയത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക. പള്ളി ചെന്ന് കഴിഞ്ഞപ്പോ അച്ഛന് തോന്നി, അമ്മയ്ക്ക് എന്തോ ഒരു സങ്കടം പോലെ തോന്നി. ഉടനെ അച്ഛൻ ഫോൺ ചെയ്ത് ചോദിച്ചു, അമ്മ എന്താ ഞാൻ പോകുന്നപ്പോ ഒരു സന്തോഷമില്ലായിരുന്നത്, എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ അച്ഛൻ ഈ ഊണിന്റെ കാര്യമാണ് അച്ഛന് മനസ്സിലായി. അച്ഛൻ അത്ര കാര്യം ചിന്തിച്ചില്ല, ഊണുണ്ടെന്നുള്ള കാര്യം അച്ഛൻ ചിന്തിച്ചില്ല. അച്ഛൻ വന്ന് കേക്കൊക്കെ മുറിച്ച് വിഷയിൽ വേഗം പോരുന്ന തിരക്കാണ് പള്ളിയിൽ. പക്ഷേ ഈ അമ്മ പറഞ്ഞു, അല്ല അച്ഛൻ പറഞ്ഞു, അമ്മ എന്തെങ്കിലും വിഷമോ സങ്കടം വല്ലതും ഉണ്ടോ, ഞാൻ പെട്ടെന്ന് തിരക്കുള്ളോണ്ട് പോകുന്നതാ. അമ്മ പറഞ്ഞു, അച്ഛൻ വിഷമമൊന്നുമില്ല, ഞാൻ ഈ ചോറ് ഞാൻ ആർക്ക് കൊടുക്കും. ഈ ഒരു സ്വരമാണ് അച്ഛനെ ചെവിന്ന് പോകാതെ നിൽക്കുന്നത്. ഞാൻ ഈ ചോറ് ഞാൻ ആർക്ക് കൊടുക്കുന്ന അമ്മ ചോദിക്കുന്നതും അമ്മയുടെ ആ മുഖവും. അച്ഛൻ മോട്ടോർ കയറി പോരുന്ന സമയത്ത് അമ്മയുടെ മുഖം, അത് രണ്ടും അച്ഛൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞ് അച്ഛനൊരു കാര്യം പറയുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയ സ്വർഗസ്ഥനായ പിതാവിന്റെ ആ മുഖവും ആ വിഷമവും. ഈ അമ്മ ഒരാഴ്ച മുമ്പ് മീൻ ഉണ്ടാക്കാൻ തുടങ്ങിയുള്ളൂ. അതിന് കൂടി വന്ന 1 കിലോ മുളക് ചെലവായി കാണും. എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് ലോകസ്ഥാപനം മുതൽ എൻ്റെ പൊറിഞ്ചു എന്ന് പറഞ്ഞ് ആ സ്റ്റിക്കർ ഒട്ടിച്ച് എല്ലാം പൊറിഞ്ചുവിന് വേണ്ടി ഒരുക്കി പൊറിഞ്ചുവിന്റെ ടേസ്റ്റ് അനുസരിച്ച്, പൊറിഞ്ചുവിന്റെ വാസന അനുസരിച്ച്, പൊറിഞ്ചുവിന്റെ മനസ്സനുസരിച്ച് അതേമാതിരി എല്ലാം പൊറിഞ്ചുവിന് വേണ്ടി ഒരുക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൊറിഞ്ചു യാതൊരു കൂസലും ഇല്ലാതെ ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നു എന്നതിനേക്കാൾ കഠിനമാണ് അനുദപിക്കാതെ മരിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നതിനേക്കാൾ കഠിനമാണ് സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കാതെ അതിനെ അവഗണിച്ച് ജീവിക്കുക എന്നുള്ളത്. കാരണം സ്വർഗസ്ഥനായ പിതാവ് സ്വർഗത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പുത്രനായ യേശു വന്നപ്പോൾ പുത്രനായ യേശു നമുക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്, ഒടുങ്ങാത്ത നിക്ഷേപത്തെ സ്വർഗത്തിൽ നിങ്ങൾക്കായി സംഭരിച്ചു കൂട്ടുവീൻ. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തെ കുറിച്ച് ബൈബിൾ നൽകുന്ന മറ്റൊരു പ്രബോധനം ബൈബിളിൽ കാണുന്നത് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 1-2 തിരുലിഖിതങ്ങളിലാണ്. 2 കൊരിന്തോസ് 5-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പിടുകയും
സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ്. സ്ലീഹൻ യേശു ജീവിച്ചിരുന്ന കാലത്ത് സ്വർഗത്തെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നുകൊണ്ട് സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റി സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി യേശുവിന്റെ ഹൃദയം മുഴുവനും എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എന്റെ ഭക്ഷണം എന്ന് പറഞ്ഞ് ഭൂമിയിൽ ജീവിച്ച് അതായിരുന്നു സന്തോഷം. സ്ലീഹന്മാരുടെ കാലത്തും അങ്ങനെ തന്നെ ഈ സ്വർഗത്തെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ട് അവർ സ്വർഗത്തെ കുറിച്ച് പഠിപ്പിച്ചു, അവർ സ്വർഗത്തെ കുറിച്ച് എഴുതി, അവർ സ്വർഗത്തെ കുറിച്ച് പ്രസംഗിച്ചു, അവർ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ജനങ്ങൾ ഒരുക്കി, അവർ സ്വർഗത്തിലേക്ക് ദേശത്തെയും ജനങ്ങളെയും ഒരുക്കി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. എന്നിട്ട് അവര് പറയാണ് ജനങ്ങളെ ദേശത്തെ ഒരുക്കിന്ന് മാത്രമല്ല, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം ഈ ശരീരത്തിന് ക്ഷീണിച്ചാലും, ഇത് ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടൊക്കെ ഇച്ചിരി തളർന്നാലും, ഇത്തിരി ക്ഷയിച്ചു പോയാലും, ഇത് ക്യാൻസർ വന്നാലും, ഇത് മറ്റു രോഗങ്ങൾ വന്ന് ഇച്ചിരി ക്ഷയിച്ചിരിക്കുന്നതാണെങ്കിലും, ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം ഇച്ചിരി ക്ഷയിച്ചു പോയാലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് നിർമ്മിച്ചത്, കരങ്ങളാൽ മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ ഒരു സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ വെമ്പൽ കൊള്ളുകയാണ്, വാസ്തവത്തിൽ ഞങ്ങളിവിടെ നെടുവീർപ്പെടുകയാണ് അവിടെ നിന്ന് വേഗം എത്തിച്ചേരാൻ വേണ്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടെങ്കിലാണ് ഇവിടെ അതിനെക്കുറിച്ച് ദാഹം ഉണ്ടാവും. ഈ 12 പറ്റിയ അമ്മയുണ്ടല്ലോ, ഈ ബോധ്യമുള്ള അമ്മയായിരുന്നു. കാര്യം വലിയ ഡിഗ്രി ഒന്നും ഇല്ലെങ്കിലും അതിന് ആവശ്യത്തിന് ആത്മീയ പരിജ്ഞാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അമ്മ പറയാണ്, എന്റെ മക്കൾ എന്നോട് എന്ത് ചെയ്താലും എനിക്ക് ഒരു വിഷമവും ഇല്ല അച്ഛാ, കാരണം എന്റെ ദൈവം എന്റെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജനിക്കുന്ന ഓരോ മക്കളും ചിലപ്പോൾ രോഗമുള്ളതായിരിക്കാം, ചിലപ്പോൾ മന്ദബുദ്ധിയോ നോർമൽ ബുദ്ധിയോ ആയിരിക്കാം, ചിലപ്പോൾ ദുർമാർഗിയോ നല്ല സ്വഭാവമുള്ളതായിരിക്കാം. ആ ഒരു പൈതലിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, ആ ഒരു കൊച്ചിനെ നിങ്ങൾ വളർത്തുമ്പോൾ സത്യത്തിൽ സ്വർഗത്തിലേക്കുള്ള നിക്ഷേപത്തെ നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുക. എല്ലാം നല്ല കുട്ടികളെ വളർത്തിയിട്ടാണ് സ്വർഗത്തിൽ പോകണമെന്ന് വിചാരിക്കേണ്ട. ദൈവം തരുന്ന കുട്ടി എന്താണോ അതിനെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, അതിൽ സന്തോഷിക്കുമ്പോഴാണ് സ്വർഗത്തിലേക്ക് നിക്ഷേപം. അതായത് നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ എന്താണോ ആവശ്യമുള്ളത് അത് മാത്രമേ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കൂ. എന്നെ സ്വർഗസ്ഥനായ പിതാവ് നോക്കി, എന്നെ നോക്കിയപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് മനസ്സിലായി, ഈ അച്ഛനെ തിരുവനന്തപുരത്ത് വിട്ടാ പോക്കാന്ന് മനസ്സിലായി, ഈ അച്ഛനെ അമേരിക്കയിലേക്ക് വിട്ടാ പോക്കാന്ന് മനസ്സിലായി, ഈ അച്ഛനെ എറണാകുളത്ത് വിട്ടാ പോകുമെന്ന് മനസ്സിലായി, ഈ അച്ഛൻ എവിടെ ഇട്ടാ സ്വർഗത്തിൽ എത്തുമെന്ന് സ്വർഗസ്ഥനായ പിതാവിന് അറിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വേണ്ടി അട്ടപ്പാടി നേരത്തെ ഓണം കേറാമൂല പോലെയുള്ള ഒരു സ്ഥലം കരുതി വെച്ചിരുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതുപോലെ ദൈവം നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങള്, നിങ്ങളുടെ ഓഫീസ്, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ജീവിത പങ്കാളി, എനിക്ക് കിട്ടുന്ന ഇടവക്കാര്, എന്റെ ഇടവക്കാരെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ദൈവമേ, എന്റെ കൂട്ടത്തിൽ പഠിച്ച ചില അച്ഛന്മാർക്ക് നല്ല തങ്കപ്പെട്ട ഇടവക്കാര്, അയ്യോ അവര് ദിവസവും കേക്ക് അല്ല കപ്പയും കോഴിയും ഇടയ്ക്ക്, അപ്പോഴത്തേക്ക് ചക്ക പൊഴുങ്ങിയതും മീനും, അത് കഴിയുമ്പോഴത്തേന് ഇന്നും കല്യാണം. നമ്മളാണെങ്കിൽ ആ ക്രിസ്മസിന് പോലും ഒരു നല്ലൊരു ഭക്ഷണം കാണാത്തതുകൊണ്ട് ദേഷ്യപ്പെട്ടിരിക്കുക. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്നെ അട്ടപ്പാടിയിലും എന്റെ ബാച്ചിൽ ബാച്ചുകാരന് ദിവസവും മാറി മാറി ചക്കയും കപ്പയും ചപ്പാത്തിയും. എന്തുകൊണ്ട് കർത്താവേ? അപ്പൊ എനിക്ക് കിട്ടിയ ബോധ്യം എങ്ങനെയാണ്? ഈ അമ്മച്ചിനെ കണ്ടതിന് ശരിക്കും കിട്ടിയ ബോധ്യം, എന്റെ ദൈവത്തിന്റെ മുമ്പിൽ കറ കളഞ്ഞ് സ്ഫുടം ചെയ്ത് സ്വർണത്തെ ശുദ്ധി ചെയ്ത് സ്വർഗത്തിന് യോഗ്യമായ ധാരാളം നിക്ഷേപമുള്ള സ്വർഗത്തിൽ ധാരാളം നിക്ഷേപം, സ്വർഗത്തിൽ എന്നും ചപ്പാത്തി കഴിക്കാൻ, സ്വർഗത്തിൽ എന്നും കമ്മേക്കോഴി കഴി, സ്വർഗത്തിൽ എന്നും പിതാവിന്റെ സന്തോഷത്തിൽ ആറാടിയിരിക്കാൻ ഞാൻ ഈ പട്ടപ്പാടി കടന്ന് ഇതേപോലെ ഞാൻ എൻ്റെ ദൈവം എന്നെ അയച്ച സ്ഥലത്ത് എൻ്റെ ദൈവം എനിക്ക് തന്നത് ഞാൻ സ്വീകരിക്കണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് തന്നത് സന്തോഷമായി സ്വീകരിച്ച്, ഇതെന്റെ ദൈവം അറിയാതെ എനിക്ക് വരില്ല, ഇതെന്റെ ദൈവം തന്നത്, ഇതെനിക്ക് സ്വർഗത്തിലേക്ക് നിക്ഷേപം, വലിയ നിക്ഷേപം, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ കൂട്ടാൻ വേണ്ടിയാണ് ഈ ജീവിത പങ്കാളിയെ തന്നത്, ഈ മക്കളെ തന്നത്, ഈ മാതാപിതാക്കന്മാരെ എനിക്ക് തന്നത്, ഈ ഓഫീസിൽ എനിക്ക് ജോലി കിട്ടിയത്, ഈ നാട്ടിൽ ഞാൻ വന്നത്, ഇവിടെ ഞാൻ ജീവിക്കുന്നത്, ഇതെല്ലാം എൻ്റെ നിത്യതയോട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഒന്ന് നിങ്ങളുടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞുകൊണ്ട് ഉറക്കെ പറ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പെടുത്തലാണ്. ഇതെന്റെ ദൈവം എന്നോട്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ലോക സ്ഥാപനം മുതൽ ഒരുക്കി വെച്ചിരിക്കുക. ഈ ഭൂമിയിൽ എൻ്റെ കടമയാണ് അത് സ്വീകരിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങണം. അത് അവിടെ എല്ലാവിധ നല്ല സെറ്റപ്പ് ഉണ്ടാകാൻ വേണ്ടി ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വർഗത്തെ കുറിച്ച് കേട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ദൈവവചനം പഠിച്ച് അതിനു വേണ്ടി ഞാൻ തയ്യാറെടുക്കണം. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തെ കുറിച്ചുള്ള രണ്ടാമത്തെ പ്രതിപാദ്യം നമ്മൾ കാണുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 43-ാം വാക്യത്തിലാണ്. രണ്ടാമത്തെ പ്രത്യേകത, സ്വർഗത്തിൽ രണ്ടാമത്തെ പ്രത്യേകത, അവിടെ സൂര്യനില്ല, അവിടെ ചന്ദ്രനില്ല, അവിടെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല, അവിടെ ജനറേറ്റർ ഇല്ല, അവിടെ കറണ്ട് വേണ്ട, അവിടെ ലൈറ്റുകളില്ല. പിന്നെ ആരാണ് അവിടുത്തെ ലൈറ്റ്? എങ്ങനെയാണ് അവിടുത്തെ ലൈറ്റ്? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 43-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ നീതിമാന്മാർ ഈ ഭൂമിയിൽ ഇച്ചിരി ക്ലേശം സഹിച്ച്, ഈ ഭൂമി ഇച്ചിരി കഷ്ടം സഹിച്ച്, ഈ ഭൂമി ഇച്ചിരി ബുദ്ധിമുട്ടി, ഒരു പക്ഷേ ഇപ്പോൾ ഇവിടെ കരിക്കട്ട പോലെ ആയിരിക്കാം. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് ഈ കരിക്കട്ടയുടെ വില മനസ്സിലാക്കുന്നത്. അവിടെ സൂര്യനെ പോലെ തിളങ്ങ. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ സൂര്യന്മാരിങ്ങനെ നടക്കുക, പ്രകാശക്കട്ടകൾ എല്ലാം ആളെ തിരിച്ചറിയും. നമ്മൾ നോക്കുമ്പോ ഇതാ ഒരു ഉഗ്ര സൂര്യൻ നടന്നു വരുന്നു. ദൈവമേ, ഇത് ആരായിരിക്കും? നമ്മൾ നോക്കി ചെല്ലുമ്പോഴാണ് നമ്മുടെ പള്ളിയിലെ കൈക്കാരൻ ചേർന്നത്. നമ്മൾ നോക്കുന്ന വേറൊരു സൂര്യൻ, ഉഗ്ര സൂര്യൻ വരുന്നു. അതാരാ? നോക്കി ചെല്ലുമ്പോഴാണ് നമ്മുടെ വികാരിച്ചനാണ്. ഒരു കൂട്ട സൂര്യന്മാര് മൂവ് ചെയ്ത് വരുന്നു. ഇതാരായിരിക്കും നോക്കുമ്പോഴാണ് പത്തനംതിട്ട കൺവെൻഷന് കൂടിയവരാണ് ആ വരുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്വർഗത്തിലെ മൂന്നാമത്തെ പ്രത്യേകത ബൈബിളിൽ നമ്മൾ പറയുന്നതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇന്ന് ഇവിടെ നമ്മൾ ചവിട്ടി പതിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും അന്ന് കിരീടം ലഭിക്കും. സ്വർഗത്തിൽ നമുക്ക് കിരീടം. മലാക്കിയുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ 13 മുതൽ 18 വരെ തിരുലിഖിതങ്ങൾ. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 13 മുതൽ 18 വരെ തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു, എന്നിട്ടും ഞങ്ങൾ അങ്ങേക്കെതിരായി എന്ത് സംസാരിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞു, ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിന് മുമ്പിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ നടക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനം? ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ കരുതും. ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല, ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം എഴുതപ്പെട്ടു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എന്റേതായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എന്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കൽ കൂടെ നിങ്ങൾ അറിയും. പള്ളിയിൽ പോകുന്നവനും പോകാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. അനുസരിക്കുന്നവനും അനുസരിക്കാത്തവനും വ്യത്യാസമുണ്ട്. സഭയെ മാനിക്കുന്നവനും മാനിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. മാതാപിതാക്കളെ സ്നേഹിക്കുന്നവനും സ്നേഹിക്കാത്തവനും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അറിയുന്നത് അന്നാണ്. ഇന്ന് മാതാപിതാക്കളെ അനുസരിച്ച് മാതാപിതാക്കൾ പറയണതെല്ലാം കേട്ട് ആ വീട്ടിൽ നിന്ന് അങ്ങനെ എല്ലാം ചെയ്തു കഴിയുമ്പോൾ ചിലപ്പോൾ ചവർ പോലെ ചവിട്ടി മതിക്കുമായിരിക്കും. ഒരുപക്ഷെ സത്യവും നീതിയും പാലിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി ഉത്സാഹിച്ച് ദേശത്ത് നല്ല വിധത്തിൽ ജീവിക്കുന്നവര് ഒരുപക്ഷെ ചവിട്ടി മതിക്കപ്പെടുകയായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാലും ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്, ലോത്തിന്റെ കാലത്ത് അവരുടെ ദുർവൃത്തി നിമിത്തം മനോവേദന സഹിച്ചെങ്കിലും ലോത്തിന് വിശുദ്ധ ജീവിതത്തിൽ ഉറച്ചു നിന്നു.
അതേപോലെ ഈ കാലഘട്ടത്തിൽ ഉറച്ചു നിൽക്കണം, സ്വർഗത്തെ കുറിച്ച് ബോധ്യത്തോടെ. കാരണം എന്താ? ഇതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഉറക്കെ പറയാം ഹല്ലേലൂയ. കർത്താവിനെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് നിങ്ങൾ അറിയും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇന്നൊരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചവിട്ടിമതിക്കപ്പെടുകയായിരിക്കാം, ഇന്നൊരു പക്ഷേ നിങ്ങളുടെ ഇടവകയിൽ നിങ്ങൾ ചവിട്ടിമതിക്കപ്പെടുകയായിരിക്കാം, ഇന്നൊരു പക്ഷേ നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങൾ ചവിട്ടിമതിക്കപ്പെടുകയായിരിക്കാം. കാരണം എന്താ? തെറിക്കുത്തൽ മുറിപ്പത്തൽ എന്നതുപോലെ, അതും അല്ലെങ്കിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന വിധത്തിൽ അങ്ങോട്ട് ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കുന്ന പോലെ അങ്ങോട്ട് മറുപടി കൊടുക്കാത്തത് കൊണ്ട് ഇന്ന് ചാഞ്ഞിരിക്കുന്ന മരമെന്ന് വിചാരിച്ച് നിങ്ങളുടെ മുകളിൽ എല്ലാം ഓടി കയറുന്ന രീതി ആയിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും ദൈവവചനം ലംഘിക്കാതെ, വിശുദ്ധി നഷ്ടപ്പെടുത്താതെ, സൗമ്യത, ക്ഷമ, വിനയം, വിശുദ്ധി, സ്നേഹം അത് മുറുകെ പിടിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകണം. കാരണം എന്താ? ഇതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു, ഇതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. 126 സങ്കീർത്തനത്തിൽ 5-6 തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് കയറും. മരിക്കുന്ന ദിവസമായിരിക്കും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നത്. എഴുന്നേറ്റ് നിൽക്കാം. ഇവിടേക്ക് എല്ലാ കുട്ടികളെ ഇന്ന് ദൈവം തൊട്ട് വിളിക്കുകയാണ്. ഓരോ യുവാവിനെ യുവതിനെ ദൈവം തൊട്ട് വിളിക്കുകയാണ്. ഓരോ അപ്പനെയും അമ്മയും ദൈവം തൊട്ട് വിളിക്കുകയാണ്. ഓരോ ദൈവവേദന വിളിച്ചിട്ട് ഈ രാത്രി ദൈവം പറയുകയാണ്, നീ ഇങ്ങനെ പോയാൽ നിന്റെ മരണ നിമിഷം തൊട്ട് നിന്റെ ആത്മാവിന്റെ സ്ഥിതി എന്തായിരിക്കും? നിനക്ക് വേണ്ടി നിത്യതയിൽ നീ എന്ത് കരുതിയിട്ടുണ്ട്? ദൈവത്തിന്റെ വചനത്തിൽ കർത്താവ് പറഞ്ഞു, ഒടുങ്ങാത്ത നിക്ഷേപത്തെ സ്വർഗത്തിൽ നിനക്കായി സംഭരിച്ചു കൂട്ടുക. അവിടെ ഒരാൾക്ക് വേറൊരാളെ സഹായിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടി എൻ്റെ അപ്പനോ എൻ്റെ അമ്മയ്ക്ക് എനിക്ക് വേണ്ടി വരാൻ പറ്റില്ല. എനിക്ക് വേണ്ടി ഞാൻ മാത്രം, എനിക്ക് വേണ്ടി എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വന്ന് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേണ്ടി ഞാൻ മാത്രം. എനിക്ക് വേണ്ടി എൻ്റെ നേതാക്കന്മാർക്കോ എൻ്റെ മുഖ്യമന്ത്രിക്കോ എൻ്റെ ദേശത്തെ ഭരണാധികാരികൾക്കോ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേണ്ടി ഞാൻ മാത്രം. പ്രിയ ദൈവവൈതലേ, നിന്റെ ആത്മാവിന്റെ നിത്യതയ്ക്ക് വേണ്ടി നീ എന്ത് കരുതിയിട്ടുണ്ട്? നിന്റെ ആത്മാവിന്റെ നിത്യതയെ നീ എങ്ങനെ മാനിക്കുന്നു? വിശുദ്ധ ഡോൺ ബോസ്കോ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഡോൺ ബോസ്കോ പറയുന്നത് എങ്ങനെയാണ്? ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നേടാൻ ഉത്സാഹിക്കാത്തത് മരണശേഷം എങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം? മരണത്തിന് ശേഷം യാതൊരാൾക്ക് പ്രായശ്ചിത്തമോ പരിഹാരമോ സ്വർഗത്തിൽ നിക്ഷേപമോ കൂട്ടാൻ സാധ്യമല്ല. ജീവിച്ചിരിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും അധ്വാനിക്കേണ്ടതും. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ശമ്പളം കിട്ടാനും ഇവിടെ ജീവിതം തീർക്കാനും വേണ്ടിയല്ല, സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി കൂടിയാണ്. 2 കരങ്ങൾ കൂപ്പിപ്പിടിക്കുകയാണ്, കണ്ണുകൾ സാവകാശം അടയ്ക്കുന്നു. ഇന്ന് രാത്രി ദൈവം തൊട്ട് വിളിക്കുകയാണ്, നിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ സന്തോഷം എന്താ? ഈ ഭൂമിയിലെ നേട്ടങ്ങളാണോ നിന്റെ സന്തോഷം? അതോ ഇതിനപ്പുറത്ത് സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ യുഗങ്ങളോളമുള്ള ജീവിതത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാടോടെ നീ അധ്വാനിക്കുന്നുണ്ടോ? മകനെ, നിന്റെ ആത്മാവിന്റെ സ്ഥിതി എന്താണ്? ലോകം കടന്നു നിന്നെ മുട്ടി വീളിച്ചെന്ന ലോകത്തെ കൈവിട്ട് പോയിടും. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും പോയി പറയും. മരണം നിന്നെ കുട്ടി വീഴിച്ചെന്ന ലോകത്തെ കൈവിട്ട് പോയിടും. ഓരോ മകനും ഓരോ മകളും എളിമപ്പെട്ട് ധ്യാനിക്കുക. ദൈവത്തിന്റെ വചനം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 12 മുതൽ തിരുവചനങ്ങൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. മകനെ, നീ ലോകത്തിൽ നിന്റെ ദൈവം ഉദ്ദേശിപ്പിക്കുന്ന അനുസരിച്ച് പ്രവർത്തിക്കുക. എന്നാൽ തന്റെ അഭീഷ്ടം അനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉദ്ദേശിപ്പിക്കുന്നത് ദൈവമാണ്. യെശയ്യാ 29-ാം അധ്യായം 24-ാം തിരുലിഖിതം. ചെറുതിരുന്ന ഉപദേശത്തെ സ്വീകരിക്കും. തെറ്റിലേക്ക് വഴുതിപ്പോയവർ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് മടങ്ങി വരും. ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു.
ലോകം കാണുന്നു പോയി പറയും. ഈ രാത്രിയിൽ കർത്താവ് അഭിഷേകം ചെയ്യുകയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിന്റെ വചനം ലംഘിക്കാതെ ജീവിക്കാൻ. ചിലപ്പോൾ നീ അപമാനിക്കപ്പെട്ടേക്കാം, ചിലപ്പോൾ നിന്ദിക്കപ്പെട്ടേക്കാം. ഒരു പുണ്യവാളൻ, ഒരു വിശുദ്ധൻ, ഒരു കള്ളപ്രവാചകൻ, ഇങ്ങനെ പലതും നിന്നെ കുറിച്ച് പറഞ്ഞേക്കാം. എങ്കിലും അപ്പോഴെല്ലാം സംയമനത്തോടെ നിന്ന് ശാന്തത വെടിയാതെ ദീർഘക്ഷമയോടെ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ കൈപിടിച്ച് മുറുകെ പിടിച്ച് സത്യവും സ്നേഹവും വിശുദ്ധിയും ക്ഷമയും ദയയും നന്മയും കരുണയും ഒക്കെ മുറുകെ പിടിച്ച് ഈ ജനങ്ങളുടെ ഇടയിൽ ദൈവത്തെ ദുഷിക്കുന്ന ദുർവൃത്തരായ ഒരാവധി ആളുകളുടെ ഇടയിൽ ആ പട്ടണത്തിൽ, ആ ദേശത്ത്, ആ ഗ്രാമത്തിൽ, ആ വില്ലേജിൽ ദൈവഭയത്തോടെ ജീവിക്കാൻ മകനെ നിന്റെ ഹൃദയത്തിൽ നിന്ന് തയ്യാറാക്കുക. നിന്റെ ഹൃദയത്തിൽ നിന്ന് തുറന്നു കൊടുക്കുക. സ്വർഗത്തിൽ സമ്പത്തായി സ്വർഗത്തിൽ സമ്പത്തായി ലോകത്തിൽ പോഷനായി തോന്നിയാലും അവൻ സ്വർഗത്തിൽ ലോകത്തിൽ പോഷനായി തോന്നിയാലും അവൻ സ്വർഗത്തിൽ ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കാണുന്നു മരണത്തിൻ്റെ കുട്ടി വീഴിച്ചെന്ന ലോകത്തെ കൈവിട്ട് പോയിടയിടും. ലോകത്തെ കൈവിട്ട് പോയിടയിടും. കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ സന്നിധിയിൽ എളിമപ്പെട്ട് ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.